ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. അതും മൺചട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 2 സവോള ഇതുപോലെ കട്ട് ചെയ്തതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ചൊന്ന് വരണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തു കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ചിക്കനിലും ഈ പറഞ്ഞ അതേ മസാലകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തു. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതേ അതിലേക്ക് ഇതൊന്ന് വരണ്ട് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തിളച്ച് വരും. അപ്പോഴേക്കും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ നോർമൽ ടൊമാറ്റോ ഇല്ലേ, അത് പ്യൂരിയാക്കി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തു. ഇനി വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ തിളച്ച് വരും. ഈ ടൈം ആകുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും ചിക്കൻ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കും. നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇപ്പം ഞാൻ ഇത് കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ നാടൻ ചിക്കൻ കറിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഉള്ള ഫീല് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളാണ്, നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.